എല്ലാവരും എത്തിയോ? ഏതാ മൂഡ്? ദുഃഖാചരണ മൂഡാണ് കേട്ടോ. കണ്ണീര് വരുന്ന പോലെ തോന്നണേ. അതെ ഇത് അതെ ഇന്ന് നമ്മളുടെ എന്റെ സംഘമിത്രങ്ങൾക്ക് വളരെയധികം ഇങ്ങനെ കരഞ്ഞാലും മീശൊക്കെ വളരുമായിരിക്കും. ഇന്ന് എന്റെ സംഘമിത്രങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. ഞാൻ അവരുടെ വിഷയങ്ങളെ വിമർശിക്കാനും കൂടി എന്റെ ഈ ഒരു വേദി ഉപയോഗിക്കുന്നു എന്നതുകൊണ്ട് എനിക്ക് താങ്ങാനാകുന്നില്ല. അതാണ് കമന്റിലൊക്കെ കൂട്ടുകരച്ചിലായിരിക്കും അല്ലേ? ഞാൻ നോക്കുന്നില്ല. എന്തായാലും പിങ്ക് യൂണിക്കോൺ തുടങ്ങിക്കോളൂ. ഞാനും ഇവിടെ കേട്ട് ഒരു മൂലയിലും കൂടി ഇരിക്കാം. എല്ലാവർക്കും വളരെയധികം സന്തോഷം ഇന്ന് ജോയിൻ ചെയ്തതിൽ. നമ്മളെല്ലാ തവണയും ഓരോ വീഡിയോ, ഓരോ ദിവസം ഓരോ വാർത്തകൾ പങ്കുവെക്കുമ്പോഴും നമ്മളുടെ വിശ്വാസ സുഹൃത്തുക്കൾ എപ്പോഴും ഒന്ന് ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് ഈ പറയുന്ന സംഘികളെ വിമർശിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു ചോദ്യം. ചങ്കിലാണ് കൊള്ളാറുള്ളത്, എന്നാലും കുറേയൊക്കെ പിടിച്ചു നിൽക്കാറുണ്ട്. അതെ. അപ്പോൾ ഏതായാലും ഇന്ന് രണ്ടും കൽപ്പിച്ച് അതിനെ ഇറങ്ങിത്തിരിക്കുകയാണ്. എപ്പോഴും നമ്മൾ മാറ്റി വെക്കാറാണ്. അതാണ് ഈ മറ്റേ വാർത്തകൾ എന്ന് നമ്മൾ പറയുന്നത്. കുറേ മറ്റേ വാർത്തകൾ ഉണ്ടാവുമല്ലോ, ഇതിലൊന്നും പെടാത്ത. അപ്പോൾ ഏതായാലും അതൊക്കെ പറയാൻ വേണ്ടി ഇന്ന് നമ്മളോടൊപ്പം നമ്മളുടെ ശ്രീമതി പിങ്ക് യൂണിക്കോൺ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുകയാണ്. കുലസ്ത്രീ, അതെ, കുലസ്ത്രീ പിങ്ക് യൂണിക്കോൺ ചേർന്നിരിക്കുകയാണ്. നമസ്കാരം ഉണ്ട്. ഞാൻ പിന്നെ സംഖ്യ അല്ലാത്തതുകൊണ്ട് എനിക്കെല്ലാം പറയാം. അതെ, എനിക്കിപ്പത് പറ്റൂലല്ലോ. അതാണല്ലോ എനിക്ക് ഫണ്ടും അങ്ങോട്ട് കിട്ടി തുടങ്ങിയിട്ടില്ല. കിട്ടണവരെ ഉണ്ടാവും ഇതൊക്കെ, ഈ അംഗമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്നെ പോലെ ഇങ്ങനെ ഒരു മ്യൂസിക് വിട്ട് ഇങ്ങനെ ഇരിക്കാം. എനിക്ക് ഫണ്ട് തരണമെന്ന് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമ്മിറ്റി ഓഫീസായിട്ട് ബന്ധപ്പെടാട്ടോ. അതെ, എല്ലാം എടുക്കും. ജൂത ഫണ്ട്, സുഡാപ്പി ഫണ്ട് എടുക്കും, എല്ലാം എടുക്കും. അപ്പോൾ അങ്ങോട്ട് തുടങ്ങിക്കോളാ. എന്താണ് എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ദുഃഖാചരണ ദിവസമാണ്. ആരിഫ് കറുപ്പൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സംഘികൾക്ക് ദിസ് ഈസ് വാട്ട് അബൌട്ട് ലൈവ്, സുഡാപ്പികൾക്ക് ഇത് ബാലൻസ് കെ നായർ ലൈവ്. ഓക്കെ. അപ്പൊ ആരിഫ് പറഞ്ഞ പോലെ അതിനെപ്പറ്റി എന്താ പറയാത്ത, ഇതിനെപ്പറ്റി എന്താ പറയാത്ത, അങ്ങനെ വന്ന് ചോദിക്കണവർക്കുള്ള ലൈവാണ്. അപ്പൊ അവരെല്ലാരും ജോയിൻ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ പിന്നെ ഇനി ഫോൺ വിളിച്ചിട്ട് എന്താ പറയാത്തത്, എന്താ പറയാത്തതെന്ന് ചോദിക്കാൻ നിൽക്കരുത്. അപ്പോ തുടങ്ങാല്ലേ? ലൈവ് ഫുൾ ആയിട്ട് കാണണ്ടോ? അതെ, ഞാൻ ഇവിടെ ഇടാം. യെസ്, ഇന്നാണ് ആ വെള്ളിയാഴ്ച. അതെ, ഇന്നാണ് സുഹൃത്തുക്കളെ ആ വെള്ളിയാഴ്ച. ഇത് ജസ്റ്റ് ഒരു റെപ്രസെന്റേറ്റീവ് ഇമേജ് ആണ്. നമ്മള് കയ്യാങ്കളിയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല, ജസ്റ്റ് എ മീം. ഓക്കെ. അങ്ങനെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. പറഞ്ഞോളൂ. അപ്പൊ ആദ്യത്തെ നമ്മൾ എടുക്കുന്നത്, ഇതിപ്പോ കൊറേ ആയി ചോദിക്കുന്നത്, ധർമ്മസ്ഥലനെ പറ്റി എന്താ ആരിഫ് ഒന്നും പറയാത്ത, ധർമ്മസ്ഥലനെ പറ്റി എന്താ പറയാത്ത, അങ്ങനെ ചോദിച്ച ചില കമന്റുകൾ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ധർമ്മസ്ഥലയിലെ കൊടും ക്രൂരതകൾ അറിഞ്ഞില്ലേ? എന്താ മൗനം സംഘികളെ? ഇത് എനിക്കിട്ട് മനഃപൂർവ്വം കൊത്താനായിട്ട് വന്നിരിക്കുകയാണ്. എന്ത് നാറി, ആദ്യം നീ ധർമ്മസ്ഥലത്ത് 400 പെണ്ണുങ്ങളെ കൊന്നു, അതൊന്നും നിനക്കൊന്നും കാണില്ലേ? ആദ്യം ഇവിടുത്തെ കാര്യം പറടാ. അതെ, ഫിറ്റ് ഫൈൻഡ് ഹാപ്പിനെസ്. അത് ഇവനെ എഴുതിയപ്പോ അവനൊരു ഹാപ്പിനെസ് ഉണ്ടായി. അതാണ് ധർമ്മസ്ഥലയിലെ കൊടും ക്രൂരതകൾ അറിഞ്ഞില്ലേ? എന്താ മൗനം സംഘികളെ? ഇതിന് മ്യൂസിക് വേണോട്ടാ, എനിക്ക് സഹിക്കുന്നില്ല. ഇത് ഇവനൊരു കണ്ടുപിടുത്തം നടത്തിയാണ്. ഫാസില് ആരിഫിന് പണം കൊടുത്ത് തീറ്റി കൊട്ടുന്നത് ആരാണെന്ന് മനസ്സിലായത്രേ. ധർമ്മസ്ഥലനെ പറ്റി പറയാത്തോടത്തോളം മനസ്സിലായിക്കണ്. ഓക്കെ. അപ്പൊ ഇത് ആരിഫിന്റെ ചിത്രം എനിക്ക് നാസേന്ന് കിട്ടിയത്. അപ്പോഴേക്കും അത് കൈ കിട്ടിയ, ഇതാണ് ഒരു കുഴപ്പം. എനിക്കത് പുറത്തിറങ്ങി നടക്കാൻ പറ്റാണ്ടായി. വിളിച്ച് ഫോട്ടോ തന്നു. ഓക്കെ. അപ്പം അതുണ്ടായത്. അപ്പം എനിക്ക് ഇതില് ചോദിക്കാനുള്ളത്, ധർമ്മസ്ഥലനെ പറ്റി ഞാൻ പറയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ
ദെയർഫോർ മുഹമ്മദ് നബി ഓക്കെ ആവുമായിരിക്കും അല്ലെ ഇത് പറഞ്ഞതോടുകൂടി? തീർച്ചയായിട്ടും ഇത് അതാണ് എന്റെ ഇതെന്ന് സംശയം. പറഞ്ഞാൽ ഇതൊരു റീചാർജിങ് ആണ്. ഈ ബാലൻസിങ് നടത്തി കഴിഞ്ഞാൽ പിന്നെ നാളെ മുതൽ നമുക്ക് സമാധാനമായിട്ട് ആ മുഹമ്മദ് നബീനെ നമുക്ക് ഏറി കയറ്റാം. അതാണല്ലോ അതന്നെ. എന്റെ ഒരു ഇത്. പിന്നെ അതെ, പിന്നെ ധർമ്മസ്ഥലയിൽ എന്താ നടന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ മുഹമ്മദ് അതെ, നബി ആയിട്ട് സാമ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അല്ല അവര് ഉണ്ട്. പറയണതിൽ തെറ്റില്ല, അതില്ല. ഉം. ഉം. അപ്പോ ധർമ്മസ്ഥലയിൽ എന്താ സംഭവിച്ചത് എല്ലാവർക്കും അറിയാം, എന്നാലും നമ്മൾ പറഞ്ഞില്ല എന്ന് വേണ്ട. അവര് ഒരു ദളിത് സാനിറ്റേഷൻ വർക്കർ, ഒരു ജാനിറ്റർ, ഒരു വിസിൽ ബ്ലോവർ ആയിട്ട് വന്നതാണ്. അതായത് ആള് ഇത്രയും ബോഡീസ് അയാളെ കൊണ്ട് ഫോഴ്സ് ചെയ്ത് ബറി ചെയ്തിട്ടുണ്ടായിരുന്നു. മാസ് ബറിയൽസ് നടന്നിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ 95 മുതൽ 2014 വരെ. അപ്പം ഈ ശരീരങ്ങളൊക്കെ മിക്കതിനും വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല, റേപ്പിന്റെയും ഒക്കെ സൈൻസ് ഉണ്ടായിരുന്നു എന്ന് അയാള് പറയാണ്. അപ്പം അതിനു വേണ്ടിയിട്ട് കർണാടക ഗവൺമെന്റ് ഇതൊരു ക്രൈം ആണല്ലോ, അപ്പൊ ഒബ്വിയസ്ലി അതിലൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഏർപ്പാടാക്കി. പിന്നെ തീർച്ചയായിട്ടും ഇതൊരു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, ഇതെന്തോ ആൾദൈവം ടൈപ്പ് സെറ്റപ്പ് ആണ്. അപ്പം അതിന് പ്രൊട്ടസ്റ്റുകൾ ഉണ്ട്, അവര് ട്രാൻസ്പാരന്റ് ആയിരിക്കണം ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നുണ്ട്. മീഡിയയും ഭയങ്കരമായിട്ട് ഇത് എടുക്കുന്നുണ്ട്. മീഡിയ പണ്ട് ഇത് സപ്രസ് ചെയ്തു എന്നുള്ള ക്ലെയിംസ് ഉണ്ട്. എന്തായാലും ഇതിപ്പം ഫോർ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ്, എല്ലാവരും ഏറ്റെടുത്തിട്ടുണ്ട്, നല്ല ഹോട്ടായിട്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സംശയമുണ്ട്. പിന്നെ ചോദിച്ചോ. ഈ നടന്ന കൊല മുഴുവൻ ഇത് ഏതു ഹിന്ദു കിതാബിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ നടത്തിയത്? ഇത് കൊന്നത് മുസ്ലിങ്ങളെയാണോ? അല്ല, കൊന്നത് ഹിന്ദുക്കളെ തന്നെയാണ്. ഈ ക്ഷേത്രത്തിൽ വരുന്നവരെയാണോ കൊല്ലുന്നത്? മീൻസ് അവരുടെ ഈ തന്നെ ഡിവോട്ടീസ്. സുന്നി ഹിന്ദുക്കൾ ഷിയ ഹിന്ദുക്കളെ കൊന്നപോലെ അതാണോ സംഭവം? സുന്നി ഹിന്ദു അങ്ങനൊന്നുമില്ല. അവർക്ക് ആരും നോക്കാതെ സ്ത്രീകളാണെങ്കിൽ റേപ്പ് ചെയ്ത് കൊന്നു. കൊന്നിട്ടുണ്ട്. അങ്ങനെയുള്ള വേർതിരിവൊന്നും വരുന്നില്ല കേട്ടോ. ഓ ശരി, വളരെ ഭയങ്കര യൂണിറ്റിയാണ്, മാനവികത. മാനവികമായ കൊലയാണ്. അതെ. പിന്നെ ആദ്യം ചോദിച്ചതിന്റെ ചിത്രം കിട്ടിയിട്ടുണ്ടേ. ഇതെന്താ സാറ്റർഡേ ലൈവില് പറയാത്തന്ന്. അപ്പം ഇതിലെ മതത്തിലുള്ള നിർദ്ദേശങ്ങള് എവിടെയെന്ന് നമ്മള് നോക്കിയപ്പം കണ്ടില്ല. ഇത് ഏത് കിതാബിലാണ് ഇങ്ങനെ പറയണ ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്? ഇത് ഹിന്ദു മതത്തിന്റെ ഏത് ഇൻസ്ട്രക്ഷൻ ആണ്? മനുസ്മൃതിയാണോ അതോ മറ്റേ വേറെ ഏതെങ്കിലും ഭഗവത്ഗീതയാണോ മനുസ്മൃതിയാണോ മോഹൻലാൽ സ്മൃതിയാണോ സുരേഷ് ഗോപി? ലാലേട്ടനെ പറയരുത്, ലാലേട്ടൻ ഉയർ. ഓ ശരി, ഓക്കെ. അപ്പൊ ഇല്ല, ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഇനി നാസെങ്ങാനും പുറത്തു വിട്ടാലേ ഉള്ളൂ ഇനിയിപ്പോ ഹോപ്പ്. അത് അപ്പൊ നമുക്ക് എന്തായാലും പറയാം. ഇതുകൊണ്ടാണ് ഞാനിത് പറയാഞ്ഞത്. ഇപ്പൊ മനസ്സിലായില്ലേ? ഇതാണ് കാരണം. ഇതുകൊണ്ടാണ് ആളുകൾ വെറുതെ തെറ്റിദ്ധരിച്ചു. അതിനാണ് ആരിഫ് ഇതൊക്കെ അന്വേഷിച്ചു. അതിനാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് അവിടെ ഒരു വളരെ മോശമായിട്ടുള്ള ഒരു ക്രൈം നടന്നിട്ടുണ്ട്. പിന്നെ ഇത് ഒരാളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഈ വിസിൽ ബ്ലോവറിന്റെ. അതിനെ അന്വേഷിക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ പരിസരത്ത് കാണാതായതും അങ്ങനെയുള്ള പല എന്താ പറയാ സംശയാസ്പദമായ സാഹചര്യങ്ങളിൽ മിസ്സിംഗ് ആയവരും അങ്ങനെയൊക്കെ ഇപ്പൊ പുറത്തു വരുന്നുണ്ട്. ഇനി ഇതെല്ലാം കുത്തിരുന്ന് അന്വേഷിക്കണം. ഇതുപോലെ പഞ്ചാബ് ഡൽഹിയിലോ ഏതോ ഒരു സ്ഥലത്ത് ഇതേപോലെ നടന്നിട്ടുണ്ട്. ഒരാളുടെ കോമ്പൗണ്ടില് പല അസ്ഥികൾ കണ്ടെത്തുകയും അങ്ങനെ കുറെ കാലം അതിന് ഇൻവെസ്റ്റിഗേഷൻ നീണ്ടുപോയി. പക്ഷെ അയാള് ജയിലിൽ പോയി. അതുപോലുള്ളൊരു കേസാണിത്. തീർച്ചയായിട്ടും ഇതൊരു ക്രൈമാണ്. അത് അതിന്റെ വഴിക്ക് പോകുന്നു, അവിടെ അന്വേഷണങ്ങൾ നടക്കുന്നു. അതിലെന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും അതിനെ ചോദ്യം ചെയ്യാം. പ്രൊട്ടസ്റ്റുകളോ ഔട്ട്ക്രയോ എന്താണെന്ന് വെച്ചാൽ നടത്താം. നിയമത്തിന്റെ വഴി. അല്ല, ഞാൻ എന്റെ ഇസ്ലാം വിരുദ്ധത കൊണ്ട് ചോദിക്കുകയാണ്. അതായത് ഇത് നമ്മളെ ബനു ഖുറൈള കൂട്ടക്കൊല നടത്തിയ മാതിരിയാണോ? ഈ മറ്റേ കുഴിയൊക്കെ വെട്ടി ഇടുക, മുണ്ട് പൊക്കി നോക്കുക, മറ്റേ രോമ വളർച്ച അത് ഇല്ല. അത് ജാനിറ്റർക്ക് അറിയില്ല, നോക്കിയിട്ടുണ്ടോന്ന്. ഇതുവരെ അറിയില്ല. മറ്റേ ഹിന്ദു സ്മൃതികൾ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ ഇങ്ങനെ പൊക്കി നോക്കണം എന്നിട്ട് തല വെട്ടണം? അതില്ല ഹിന്ദു സ്മൃതികളിൽ. ഇനി ഉണ്ടായിട്ട് ഇനി ആട് തിന്നു പോയതാണോന്ന് അറിയില്ല കേട്ടോ. യഥാർത്ഥത്തിൽ ആട് തിന്നു പോയത് ഇത് ഗോമാതാവ് അങ്ങനെ പറ. എന്റെ ഗോമാതാവിനെ തള്ളിപ്പറയരുത് കേട്ടാ. എന്താ ഞാൻ ചോദിക്കാൻ വന്നത്? അപ്പൊ ഈ സംഗതി അപ്പോ ഇങ്ങനെ ഏതെങ്കിലും മതത്തിന്റെ ഇൻസ്ട്രക്ഷൻ, ഇതൊരു ക്രൈമാണ് അപ്പൊ അടിസ്ഥാനപരമായിട്ട്, അല്ലാതെ ഒരു റിലീജിയസ് വയലൻസ് അല്ലെങ്കിൽ ഒരു റിലീജിയൻ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള സാധനമൊന്നും അല്ല. ഓക്കെ. അതില് ഹിന്ദുക്കൾ തന്നെ ഇതിനെ തള്ളി പറയുന്നുണ്ട്. അത് വേറൊരു കാര്യം കേട്ടോ.
ഓ, ഹിന്ദുക്കൾ ഇതിനെ തള്ളി പറഞ്ഞു. എന്റെ മിത്രങ്ങൾ തള്ളി ഇതിനെ പറഞ്ഞു. തള്ളി. മിത്രങ്ങൾ തള്ളിയിട്ടുണ്ട്. പിന്നെ പക്ഷെ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പിന്നെ ഇത് മിത്രങ്ങൾ ഇതിനെ ആദ്യത്തെ സംഭവം വെളുപ്പിക്കണമല്ലോ. അല്ല, ഇത് ആദ്യത്തെ സംഭവമല്ല. ഇതുപോലെ പല ആൾദൈവങ്ങളും പെട്ടിട്ടുണ്ട്. പെഡോഫൈൽസ് ആയിട്ടുള്ള ആളുടെ പേര് എനിക്ക് ഓർമ്മയില്ല. പെഡോഫൈൽ ആയിട്ടുള്ള പിഡോഫീലിയ ഒരാളുണ്ടായിരുന്നു. അത് വേണ്ട, അത് നമ്മുടെ അ കുത്തകയാണ്. അത് വേണ്ടല്ല. അതുമ്മ തൊട്ട് പക്ഷെ ആള് കളിക്കരുത്. ജയിലിൽ പോയിട്ടോ. ആള് ജയിലിൽ പോയി. മാനവരിൽ മൗനതനായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കണില്ല. അതാ വ്യത്യാസം. പിന്നെ ശരി. നമ്മളെ സ്വന്തം ഉണ്ടല്ലോ മാതാമൃതാനന്ദമയി. ഉം, ഉം. അവർക്കെതിരെയും പല അവിടെ ഷേഡി ഉണ്ടല്ലോ. സ്റ്റോറീസ് ഉം, നടന്നിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ അതിന് ഒന്നും തീർപ്പായിട്ടില്ല. ഉം. അപ്പം ഇത്തരത്തിലുള്ള ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ ഒരു കൾട്ടാണ്. അതാണ് നമ്മൾ മനസ്സിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള കൾട്ടുകൾ ഇതുമാതിരിയുള്ള ഷേഡി ആക്ടിവിറ്റീസ് നടത്തുമ്പോൾ അത് എങ്ങനെയെങ്കിലുമൊക്കെ പുറത്തു വരുന്നു. പിന്നെ അവര് നിയമത്തിന്റെ മുന്നിലൂടെ പോയിട്ട് അത് അവര് ഇന്നസെന്റ് ആണെന്ന് തെളിയിക്കേണ്ടി വരുന്നു. പക്ഷെ 7-ാം നൂറ്റാണ്ടിലും 6-ാം നൂറ്റാണ്ടിലും അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പം ഇതിനെപ്പറ്റി എന്താ പറയാത്തതെന്ന് ചോദിക്കുന്നവര് കറക്റ്റ് ചോദ്യം ഉണ്ടോ അവര് ചോദിക്കുന്നത്. കാരണം അവര് ആക്സെപ്റ്റ് ചെയ്യാണ് ഇസ്ലാമും ഇതുപോലുള്ള ഒരു കൾട്ടായിരുന്നു. അവരുടെ കൾട്ട് ലീഡേഴ്സും ഇതുപോലുള്ള ചില ഷേഡി ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ട്. അന്നത് ചോദിക്കാനും അത് പേപ്പറിൽ വരാനും ഫേസ്ബുക്കിൽ ഇടാനും എന്നുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. അത്രേ ഉള്ളൂ. എന്റെ സംശയം അപ്പോഴും ബലപ്പെടുന്ന ഇതാണ്. ഈ വിഷയം ഉണ്ടായിട്ട് എന്റെ മിത്രങ്ങൾ ഇത് സപ്പോർട്ട് ചെയ്ത് ഇവരെ രക്ഷിക്കാൻ വേണ്ടി വന്ന് ഇത് ഹിന്ദു വിരുദ്ധത പ്രചരിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് ഹിന്ദു ഫോബിയയാണ്, ഇത് ഇങ്ങനെയൊന്നും പറയരുത് എന്ന് പറഞ്ഞ് അവർ വന്നില്ല. അവർ എന്റെ സംരക്ഷകരായി വന്നില്ല. ഇല്ല, ഷെയ്വ് ധർമ്മസ്ഥല ഇതുവരെ കണ്ടില്ല കേട്ടോ ആരിഫ്. എന്താണ് സംഘികൾ, നിങ്ങൾക്കൊരു ആത്മാർത്ഥത കുറവാണല്ലോ. സേവ് ധർമ്മസ്ഥല അതൊന്നും ഇതുവരെ കണ്ടില്ല കേട്ടോ. ഞാനൊന്ന് തിരുവനന്തപുരത്തേക്ക് വിളിക്കേണ്ടി വരും, അല്ലെങ്കിൽ നാഗ്പൂരിലേക്ക്. നാഗ്പൂരിൽ എന്താ സംഭവം? അല്ല, നമ്മളുടെ തറവാട് അവിടെയാണല്ലോ, ഓ അതുകൊണ്ടാണ്. ഓക്കെ. എന്നാലും എന്റെ വിളിക്കേണ്ടി വരും. സംഘമിത്രങ്ങൾ എനിക്ക് നിങ്ങളെ കുറിച്ച് ഓർത്ത് ചെറിയൊരു വേവലാതി ഉണ്ട്. ശരിയായില്ല, നമ്മൾ ഇങ്ങനെ ഹിന്ദു ഫോബിയയാണ് ഇവരൊക്കെ പടർത്തുന്നത്. ഒറ്റപ്പെട്ട സംഭവമാണ് ഇത്, ഇങ്ങനെ ഒരു സംഭവം. ഈ ഒറ്റപ്പെട്ട സംഭവത്തിന്റെ പേരിൽ ഹിന്ദു സമൂഹം മൊത്തം ഇങ്ങനെ പഴി കേൾക്കേണ്ടി വരിക എന്ന് പറയുമ്പോ എന്റെ ചങ്ക് പിടക്കുകയാണ്. എനിക്കത് അങ്ങോട്ട് താങ്ങാനാവുന്നില്ല. മ്യൂസിക് തനിയെ കൂടുന്ന കണ്ടില്ലേ? വിഷമം അങ്ങനെ അധികം മ്യൂസിക് കൂടും. അതെ. നമുക്ക് ഈ ഒരു വിഷയം സംബന്ധിച്ചിട്ട് നമ്മൾ റിജു മറുനാടൻ മലയാളിയിൽ ഒരു ദീർഘമായ ഒരു പോസ്റ്റ് എഴുതിയിട്ടുണ്ട്. അതൊരു വാർത്ത, അതൊന്ന് വായിച്ചാലോ? ഓ, വായിക്കാം. അതിന് മുന്നേ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലെങ്കിൽ ഇല്ല, ഇനി അടുത്തതിലേക്ക് പോകാനുള്ളൂ. ഓക്കെ, അപ്പോ ഇത് നമുക്കൊന്ന് വായിക്കാം. ഓക്കെ, മറുനാടൻ മലയാളിയിൽ വന്ന വാർത്തയാണ് വിത്ത് മ്യൂസിക്. ഓക്കെ. ദർശനത്തിനെത്തുന്ന സ്ത്രീകളെ ചിലന്തി വലയിൽ എന്ന പോലെ പിടിച്ച് ബലാത്സംഗം ചെയ്ത് കൊല്ലുന്നു. നിരവധി മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുവെന്ന് വെളിപ്പെടുത്തൽ. മലയാളി യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത് കാലുവെട്ടിയ നിലയിൽ. മഞ്ജുനാഥ സന്നിധിയോ മരണ സാകേതമോ? ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലകൾക്ക് പിന്നിലാര്? നമ്മളെ എസൻസിലൊക്കെ വരാറുള്ള നമ്മളെ റിജു ആണ്. ഇദ്ദേഹം ഒരു റിപ്പോർട്ടറാണ്. ഇദ്ദേഹം എഴുതിയ ഒരു കുറിപ്പാണ്. റിജു കാലിക്കറ്റ്. അപ്പൊ ഇദ്ദേഹം അത് ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഇവിടെ നമുക്കൊന്ന് വായിക്കാം. 800 വർഷം പഴക്കമുള്ള പുരാതനമായ ശിവക്ഷേത്രം ശംഭോ മഹാദേവ. 50,000 ആളുകൾക്ക് ദിനം പ്രതി സൗജന്യമായി ഭക്ഷണം നൽകുന്ന ഇടം. ഒറ്റക്കല്ലിൽ പണി കഴിപ്പിച്ച 39 അടി ഉയരമുള്ള ഗോമതേശ്വര പ്രതിമ കാണാനായും മലയാളികളടക്കമുള്ള നിരവധി പേർ കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിൽ ബെൽത്തങ്ങാടി താലൂക്കിൽ നേത്രാവതി നദിക്ക് സമീപമുള്ള ഈ ക്ഷേത്ര നഗരിയിൽ എത്താറുണ്ട്. അതാണ് പ്രസിദ്ധമായ ശ്രീ മഞ്ജുനാഥ ക്ഷേത്രം നിലകൊള്ളുന്ന ധർമ്മസ്ഥല. മൂകാംബിയിലെത്തുന്ന മലയാളി തീർത്ഥാടകരിൽ നല്ലൊരു പങ്കും ഉടുപ്പിയും ധർമ്മസ്ഥലയും സന്ദർശിക്കാതെ മടങ്ങാറില്ല. ധർമ്മസ്ഥലയിലെ തീർത്ഥാടകർക്കുള്ള സൗജന്യ ഭക്ഷണവും ക്ഷേത്ര ട്രസ്റ്റ് നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളും ഒരു ഗ്രാമത്തിൽ അവർ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളുമൊക്കെ കേരളത്തിലും ഏറെ വാർത്തയായിട്ടുണ്ട്. പക്ഷേ മഞ്ജുനാഥൻ എന്ന പരമശിവ സന്നിധിയെക്കുറിച്ച് ഇപ്പോൾ വരുന്ന വാർത്തകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയത് ധർമ്മസ്ഥലയിലും പ്രദേശങ്ങളിലും ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട നിരവധി സ്കൂൾ വിദ്യാർത്ഥിനികളുടെയും സ്ത്രീകളുടെയും മൃതദേഹങ്ങൾ ക്ഷേത്ര ഭാരവാഹികളുടെ നിർബന്ധത്തെ തുടർന്ന് താൻ കുഴിച്ചിട്ടു എന്നതാണ്. ഇതിനുള്ള തെളിവുകളും അയാൾ നൽകിയതോടെ ഇന്ത്യ നടുങ്ങി. പിന്നാലെ നാട്ടുകാർ ഇളകി. വിദ്യാർത്ഥികളടക്കം 100-ലേറെ സ്ത്രീകളെ പീഡിപ്പിച്ചു കൊന്നുവെന്നാണ് അവർ പറയുന്നത്. ഈ പ്രദേശത്ത് മാത്രം 200ഓളം സ്ത്രീകളെ കാണാതായിട്ടുണ്ട്.
ശൈവ പാരമ്പര്യത്തിലുള്ള ഈ ക്ഷേത്രത്തിലെ പൂജാരിമാർ വൈഷ്ണവരായ മധ്വ ബ്രാഹ്മണരാണെങ്കിലും ക്ഷേത്ര നടത്തിപ്പ് ജൈന മതസ്ഥരായ ഒരു ബന്ധു കുടുംബത്തിൻ്റെതാണ്. ഈ ബന്ധു കുടുംബത്തിനെതിരെയാണ് ഇപ്പോൾ ജനരോഷം ഉയരുന്നത്. ധർമ്മസ്ഥല ധർമാധികാരി ഡോക്ടർ ഡി വീരേന്ദ്ര ഹെഗ്ഡെയാണ് പ്രതികളെ സംരക്ഷിക്കുന്നത് എന്ന് ജനങ്ങൾ ആരോപിക്കുന്നു. ക്ഷേത്ര ദർശനത്തിനെത്തുന്ന സ്ത്രീകളെ ചിലന്തി വലയിലെന്ന പോലെ പിടിച്ച് ബലാത്സംഗം ചെയ്ത് കൊല്ലുന്നത് ഇവിടുത്തെ ജീവനക്കാരുടെ നേതൃത്വത്തിലുള്ള ഗുണ്ടാ സംഘമാണെന്നാണ് ആരോപണം. അതുപോലെ ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്കും തീരാ കളങ്കമായിരിക്കുകയാണ് ഈ കൂട്ടക്കൊലകൾ. 1998-നും 2014-നും ഇടയിലുള്ള സംഭവങ്ങൾ മാത്രമാണ് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയത്. എന്നാൽ ഇവിടെ 1979 മുതൽ സ്ത്രീകളെ കാണാതാകുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. 200ഓളം മിസ്സിംഗ് കേസുകളുടെ പരാതി കിട്ടിയിട്ടും പോലീസ് ഒരു നടപടിയും എടുത്തില്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായും സാമ്പത്തികമായും പിന്തുണയുള്ള ഉന്നതരാണ് ഈ കൊലകൾക്ക് പിന്നിലെന്ന് വ്യക്തമാണ്. ക്രൈം ത്രില്ലറുകളെ പോലും പിന്തള്ളുന്ന സംഭവങ്ങളാണ് ധർമ്മസ്ഥലയിൽ നടക്കുന്നത്. ശരിക്കും ഇന്ന് അധർമ്മ സ്ഥലമാണ് വിശ്വാസികളുടെ ഈ പുണ്യഭൂമി. ക്ഷേത്ര പരിസരത്തെ മൃതദേഹങ്ങൾ. സാധാരണ ഒരു ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളിക്ക് പൂജാ സാധനങ്ങളുടെ അവശിഷ്ടങ്ങളും മറ്റുമാണ് വൃത്തിയാക്കേണ്ടതായി വരിക. പക്ഷേ ഇവിടെ ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ട കൊച്ചു പെൺകുട്ടികളുടെ മൃതദേഹങ്ങളാണ് ഈ പാവത്തിന് സംസ്കരിക്കേണ്ടി വന്നത്. സത്യം ഒരിക്കലും കുഴിച്ചുമൂടാൻ കഴിയില്ല എന്നതിന്റെ ഉദാഹരണമാണ് ലോകത്തെ തന്നെ ഞെട്ടിച്ച ഈ ധർമ്മസ്ഥല കൊലപാതക പരമ്പര. പരാതിയുമായി എത്തിയ ആൾ തന്റെ വ്യക്തിത്വം വെളിപ്പെടുത്തരുതെന്ന് അഭ്യർത്ഥിച്ചുവെന്നും കോടതിയുടെ അനുമതി തേടിയ ശേഷമാണ് കേസ് രജിസ്റ്റർ ചെയ്തതെന്നുമാണ് ബെൽത്തങ്ങാടി SP വ്യക്തമാക്കിയത്. ശുചീകരണ തൊഴിലാളിയായിരുന്ന ഇയാൾ പരാതിക്കൊപ്പം കുഴിച്ചിട്ട മൃതദേഹങ്ങളുടെ ഫോട്ടോയും ഇദ്ദേഹം പോലീസിന് കൈമാറിയിട്ടുണ്ട്. പശ്ചാത്താപം തോന്നിയതുകൊണ്ടും ഇരകൾക്ക് നീതി ലഭിക്കണമെന്നതുകൊണ്ടുമാണ് ഇപ്പോൾ ഇക്കാര്യം തുറന്നു പറയുന്നതെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ മൊഴി ഇങ്ങനെയാണ്. ചിത്രം നിങ്ങൾക്ക് ഇവിടെ കാണാം. ദളിത് കുടുംബത്തിൽ ജനിച്ച ഞാൻ 1995 മുതൽ 2014 ഡിസംബർ വരെ ധർമ്മസ്ഥല ക്ഷേത്രത്തിന് കീഴിൽ ഒരു ശുചീകരണ തൊഴിലാളിയായി ജോലി ചെയ്തിരുന്നു. അതിനു മുൻപ് അതിന്റെ പരിസര പ്രദേശങ്ങളിലും ഈ ജോലി ചെയ്തിരുന്നു. ശുചീകരണ ജോലിയുടെ തുടക്കത്തിൽ താൻ നിരവധി മൃതദേഹങ്ങൾ കണ്ടു. അവ ആത്മഹത്യ ചെയ്തതോ ആകസ്മികമായി മുങ്ങി മരിച്ചതോ ആണെന്നാണ് കരുതിയത്. മൃതദേഹങ്ങളിൽ ഭൂരിഭാഗവും സ്ത്രീകളുടേതായിരുന്നു. മിക്കവയും വസ്ത്രങ്ങളില്ലാത്തവ. ചില മൃതദേഹങ്ങളിൽ ലൈംഗികാതിക്രമത്തിന്റെയും കഴുത്ത് ഞെരിച്ചതിന്റെയും മറ്റ് മുറിവുകളുടെയും ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. 1998 എന്റെ സൂപ്പർവൈസർ മൃതദേഹങ്ങൾ രഹസ്യമായി സംസ്കരിക്കാൻ എന്നോട് നിർദ്ദേശിച്ചു. ഞാൻ വിസമ്മതിക്കുകയും പോലീസിൽ റിപ്പോർട്ട് ചെയ്യുമെന്ന് പറയുകയും ചെയ്തപ്പോൾ എന്നെ ക്രൂരമായി മർദ്ദിച്ചു. എന്നെയും കുടുംബത്തെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. മൃതദേഹങ്ങൾ പലതും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടേതായിരുന്നു. അതിൽ ഒരു സംഭവം എന്നെ വല്ലാതെ വേട്ടയാടി. 2010 കല്ലേരിയിലെ ഒരു പെട്രോൾ പമ്പിന് 500 മീറ്റർ അകലെ 12-നും 15-നും ഇടയിൽ പ്രായമുള്ള ഒരു പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. അവൾ സ്കൂൾ യൂണിഫോം ധരിച്ചിരുന്നു. അവളുടെ പാവാടയും വസ്ത്രവും കാണാനില്ല. ലൈംഗികാതിക്രമത്തിന്റെയും ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതിന്റെയും പാടുകളുണ്ടായിരുന്നു. ഒരു കുഴി കുഴിച്ച് സ്കൂൾ ബാഗിനൊപ്പം കുഴിച്ചിടാൻ എന്നോട് ആവശ്യപ്പെട്ടു. മറ്റൊരു കേസിൽ 20 വയസ്സുള്ള ഒരു സ്ത്രീയുടെ മുഖം ആസിഡ് ഒഴിച്ച് കത്തിച്ച നിലയിലായിരുന്നു. ആ മൃതദേഹം കുഴിച്ചുമൂടാൻ എന്നോട് ആവശ്യപ്പെട്ടു. ധർമ്മസ്ഥല പ്രദേശത്ത് വീടില്ലാത്തവരെയും യാചകരെയും കൊലപ്പെടുത്തിയതിന് ഞാൻ സാക്ഷിയായിരുന്നു. നിരവധി മൃതദേഹങ്ങൾ കുഴിച്ചിടാൻ എന്നെ നിർബന്ധിച്ചു. അവയിൽ ചിലത് കത്തിച്ചു, അദ്ദേഹം മൊഴിയിൽ പറഞ്ഞു. ധർമ്മസ്ഥലയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാരണവും അദ്ദേഹം പറയുന്നുണ്ട്. 2014 എന്റെ കുടുംബത്തിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളിൽ ഒരാളെ എന്റെ സൂപ്പർവൈസറിന് അറിയാവുന്ന ഒരാൾ ലൈംഗികമായി പീഡിപ്പിച്ചു. അതിനു പിന്നാലെ ഞങ്ങൾ ധർമ്മസ്ഥലയിൽ നിന്നും രക്ഷപ്പെട്ടു. അയൽ സംസ്ഥാനത്ത് താമസിക്കുന്ന ഞങ്ങൾ സ്വന്തം വ്യക്തിത്വം വെളിപ്പെടുത്താതെയും ഇടയ്ക്കിടെ വീട് മാറിയുമാണ് താമസിക്കുന്നത്. അടുത്തിടെ ഞാൻ ധർമ്മസ്ഥലയിൽ പോയി ഒരു മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ പുറത്തെടുത്ത് ഫോട്ടോ സഹിതം പോലീസിന് നൽകിയിട്ടുണ്ട്. പ്രതികൾ ധർമ്മസ്ഥല ക്ഷേത്ര ഭരണ സമിതിയുമായും മറ്റ് ജീവനക്കാരുമായും ബന്ധപ്പെട്ടവരാണ്. അവർ വളരെ സ്വാധീനമുള്ളവരാണ്. അവരെ എതിർക്കുന്നവരെ അവർ കൊലപ്പെടുത്തും. എനിക്കും എന്റെ കുടുംബത്തിനും സംരക്ഷണം ലഭിച്ചു കഴിഞ്ഞാൽ അവരുടെ പേരുകളും അവരുടെ പങ്കും വെളിപ്പെടുത്താൻ ഞാൻ തയ്യാറാണ്. നുണ പരിശോധനയ്ക്ക് വിധേയനാകാനും ഞാൻ തയ്യാറാണ്, അദ്ദേഹം പറഞ്ഞു. ഈ വെളിപ്പെടുത്തൽ ഇന്ത്യയിൽ മാത്രമല്ല BBC അടക്കമുള്ള ലോകമാധ്യമങ്ങളിൽ പോലും വാർത്തയായി. അതോടെയാണ് കർണാടക ഭരിക്കുന്ന സിദ്ധരാമയ്യയുടെ കോൺഗ്രസ് സർക്കാർ അനങ്ങിയത്. ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടക്കുകയാണ്. പക്ഷേ 1979 വേദവല്ലി കേസ് തൊട്ട് പതിറ്റാണ്ടുകളായി ധർമ്മസ്ഥല ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി പെൺകുട്ടികളുടെ കാണാതാവൽ നടക്കുകയാണ്. ഇപ്പോൾ ഈ ജീവനക്കാരന്റെ വെളിപ്പെടുത്തലിലേക്ക് അടക്കം നയിച്ചത് സൗജന്യ എന്ന പെൺകുട്ടിയുടെ കൊലപാതക കേസിനെ തുടർന്നുള്ള ജനരോഷമാണ്. സൗജന്യയെ റേപ്പ് ചെയ്ത് കൊന്നതാരും?
സിനിമ കഥ പോലും അവിശ്വസിപ്പിക്കുന്ന രീതിയിലാണ് ധർമ്മസ്ഥലയിലെ സൗജന്യ എന്ന 17-കാരിയുടെ മരണം. ധർമ്മസ്ഥല മഞ്ജുനാഥ കോളേജിൽ നിന്നും വീട്ടിലേക്കുള്ള യാത്രാമധ്യേ അവളെ കാണാതാവുകയായിരുന്നു. പിന്നീട് ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ട നിലയിലാണ് വീട്ടിൽ നിന്ന് വെറും 300 മീറ്റർ അകലെയുള്ള കുറ്റിക്കാട്ടിൽ അവളെ കണ്ടെത്തിയത്. ഇതോടെ വലിയ ജനരോഷമുണ്ടായപ്പോൾ ബെൽത്തങ്ങാടി പോലീസ് അനങ്ങി. ധർമ്മസ്ഥല മഞ്ജുനാഥ ട്രസ്റ്റിലെ ജീവനക്കാരൻ സന്തോഷ് റാവു ആയിരുന്നു കേസിലെ ഏക പ്രതി. അന്ന് തന്നെ സൗജന്യയുടെ കുടുംബം ഇത് ഫേക്ക് പ്രതിയാണെന്ന് ആരോപിച്ചിരുന്നു. അത് തന്നെ സംഭവിച്ചു. 2023 ജൂൺ 16 ബംഗളൂരു സെഷൻസ് കോടതി റാവുവിനെ കുറ്റവിമുക്തനാക്കി. ക്ഷേത്ര നടത്തിപ്പുകാരനായ വീരേന്ദ്ര ഹെഗ്ഡെ കുടുംബം യഥാർത്ഥ കുറ്റവാളികളെ സംരക്ഷിക്കുകയാണെന്ന് സൗജന്യയുടെ കുടുംബം ആരോപിച്ചു. അതോടെ ദക്ഷിണ കന്നഡയിലുടനീളം പ്രതിഷേധങ്ങൾ നടന്നു. ജസ്റ്റിസ് ഫോർ സൗജന്യ എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിനും നടന്നു. കർണാടക പോലീസിൽ നിന്ന് CBI ഏറ്റെടുത്ത കേസായിരുന്നു ഇത്. വിധി തിരിച്ചായതോടെ CBI പിന്നെ ഒന്നും ചെയ്തില്ല. എന്നാൽ സൗജന്യയുടെ കുടുംബം നിരന്തരം പുനരന്വേഷണം ആവശ്യപ്പെട്ടു. 2023 BJP MLA-മാർ ഉൾപ്പെടെയുള്ള സൗജന്യ കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ടു. എന്നാൽ 2025 ജനുവരിയിൽ ആ ആവശ്യം തള്ളി. അതോടെ വിസ്മൃതിയിലാവാൻ തുടങ്ങിയ സൗജന്യ കേസിന് ജീവൻ വെപ്പിച്ചത് ഒരു യൂട്യൂബർ. മാധ്യമങ്ങൾ ആരും തന്നെ ഒരു ക്യാമ്പയിനായി ഈ സംഭവം ഏറ്റെടുത്തില്ല. അവർക്കും ഭയമായിരുന്നു. കർണാടക മാധ്യമങ്ങളുടെ യാതൊരു സഹായവും തങ്ങൾക്ക് കിട്ടിയില്ല എന്നാണ് സൗജന്യയുടെ കുടുംബം പറയുന്നത്. ആ യൂട്യൂബർ ഇതാണ് കേട്ടോ. യൂട്യൂബർ തുറന്ന വാതിൽ. ഫെബ്രുവരി 27 കോണ്ടന്റ് ക്രിയേറ്ററായ സമീർ MD എന്ന 25-കാരൻ തന്റെ യൂട്യൂബ് ചാനലായ ദൂധയിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ കർണാടകയിൽ വൈറലായി. 1.8 കോടിയിലധികം പേര് കണ്ടു. സൗജന്യ വധത്തിന്റെ യഥാർത്ഥ ചിത്രം അതോടെയാണ് പുറത്തായത്. ക്ഷേത്രം നിയന്ത്രിക്കുന്ന ജൈന കുടുംബമായ ഹെഗ്ഡേമാർ പ്രതിക്കൂട്ടിലായി. സമീർ പുതിയ തെളിവുകൾ കണ്ടെത്തിയിരുന്നില്ല. മറിച്ച് പൊതുജനങ്ങൾക്ക് ലഭ്യമായ വിവരങ്ങളെ ആശ്രയിച്ച് കുറ്റകൃത്യവും തുടർന്നുണ്ടായ അന്വേഷണത്തിലെ പാളിച്ചകളും വിശദമായി പ്രതിപാദിക്കുന്ന 39 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ. സമീറിന്റെ ശക്തവും വ്യക്തവുമായ ആഖ്യാന ശൈലി കാരണം വൈറലായി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗ്രാഫിക്സും വീഡിയോയ്ക്ക് സഹായകമായി. സോഷ്യൽ മീഡിയയിൽ വീഡിയോയ്ക്ക് വലിയ പിന്തുണ ലഭിച്ചപ്പോൾ ഒരു വിഭാഗം ആളുകൾ യൂട്യൂബറുടെ മതപരമായ വ്യക്തിത്വം ഉയർത്തിക്കാട്ടി ഇതൊരു വർഗീയ പ്രശ്നമാക്കി. ഒരു ക്ഷേത്ര നഗരിയെക്കുറിച്ച് ഇത്തരമൊരു വീഡിയോ നിർമ്മിച്ചതിലെ സമീറിന്റെ ഉദ്ദേശത്തെ ചോദ്യം ചെയ്തു. സൗജന്യയുടെ കുടുംബം വീഡിയോ നിർമ്മിക്കാൻ അദ്ദേഹത്തിന് പണം നൽകിയതായി ആരോപണങ്ങൾ ഉയർന്നു വന്നു. സൗജന്യയുടെ അമ്മ ഇത് നിഷേധിച്ച് ശക്തമായി രംഗത്തെത്തി. മാർച്ച് 5 സമീറിനെതിരെ മതസ്പർദ്ധ ഉണ്ടാക്കി എന്ന് പറഞ്ഞ് പോലീസ് കേസെടുത്തു. പക്ഷേ താൻ വ്യക്തമായി പഠിച്ചിട്ടാണ് ഈ വിഷയം ചെയ്തതെന്നും കേസ് നേരിടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പക്ഷേ സമീറിന്റെ കേസ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഈ വീഡിയോയാണ് ധർമ്മസ്ഥല കൊലപാതകങ്ങൾ വീണ്ടും ചർച്ചയാക്കിയത്. ഇത് കണ്ടിട്ടാണ് ആ മുൻ ശുചീകരണ തൊഴിലാളിക്ക് വരെ മാനസാന്തരം വരികയും അയാൾ തന്റെ ജീവൻ പോലും തൃണവൽക്കരിച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. മലയാളി സ്ത്രീകളെയും ധർമ്മസ്ഥലയിൽ കാണാതായതായി സംശയമുണ്ട്. ധർമ്മസ്ഥലയിലേക്ക് പോകുന്ന മലയാളികളിൽ കൂടുതലും കാസർകോട്ടുകാരാണ്. 1987 കാണാതായ യുവതിയുടെ മൃതദേഹം കൈകാലുകൾ വെട്ടിയ നിലയിൽ കണ്ടെത്തിയിരുന്നു. ഇക്കാര്യം കഴിഞ്ഞ ദിവസം യുവതിയുടെ സഹോദരൻ വെളിപ്പെടുത്തി. ജൂലൈ 3 പരാതിക്കാരൻ പോലീസ് സൂപ്രണ്ടിന്റെ ഓഫീസിലും ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിലും രേഖാമൂലം പരാതി നൽകുന്നത്. സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തുവെന്ന് ദക്ഷിണ കന്നഡ ACP SP അരുൺ K അറിയിച്ചിരുന്നു. അനന്യ ഭട്ടിന് സംഭവിച്ചതെന്താണ്? ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് 22 വർഷങ്ങൾക്ക് മുമ്പ് ധർമ്മസ്ഥലയിൽ വെച്ച് കാണാതായ തന്റെ മകളുടെ അസ്ഥിയെങ്കിലും എടുത്തു തരണമെന്ന അഭ്യർത്ഥനയോടെ ഒരു അമ്മയും രംഗത്തെത്തി. ബംഗളൂരുവിലെ പത്മനാഭനഗർ നിവാസിയും CBIയിൽ നിന്ന് വിരമിച്ച സ്റ്റെനോഗ്രാഫറുമായ സുജാത ഭട്ടാണ് ബെൽത്തങ്ങാടിയിലെത്തി പോലീസിൽ പരാതി നൽകിയത്. 2003 മണിപ്പാൽ മെഡിക്കൽ കോളേജിൽ 1ാം വർഷ MBBS വിദ്യാർത്ഥിനിയായി മകൾ അനന്യ സുഹൃത്തുക്കൾക്കൊപ്പം ധർമ്മസ്ഥല ക്ഷേത്രത്തിലേക്ക് യാത്ര പോയതായിരുന്നു. പിന്നെ കുട്ടിയുടെ വിവരമൊന്നുമില്ല. സഹപാഠിയായ രശ്മിയിൽ നിന്ന് സുജാതയ്ക്ക് ഫോൺ കോൾ വരുമ്പോഴാണ് അനന്യയെ കാണാനില്ലെന്ന വിവരം അമ്മ സുജാത അറിയുന്നത്. കോളേജ് ഹോസ്റ്റലുമായി ബന്ധപ്പെട്ടപ്പോൾ 2-3 ദിവസമായി അനന്യയെ കാണാനില്ലെന്ന് അവരും പറഞ്ഞു. കൊൽക്കത്തയിൽ നിന്ന് ധർമ്മസ്ഥലയിലേക്ക് ഓടിയെത്തിയ സുജാത മകളുടെ ഫോട്ടോ നാട്ടുകാർക്കും ക്ഷേത്ര ജീവനക്കാർക്കും കാണിച്ചു കൊടുത്ത് അന്വേഷണം ആരംഭിച്ചു. അനന്യയുടെ വിവരണവുമായി പൊരുത്തപ്പെടുന്ന ഒരു യുവതിയെ ക്ഷേത്ര ജീവനക്കാർ അകമ്പടി സേവിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കണ്ടതായി നിരവധി നാട്ടുകാർ അവരോട് പറഞ്ഞു. പക്ഷേ ബെൽത്തങ്ങാടി പോലീസ് അതൊന്നും അംഗീകരിച്ചില്ല. എന്റെ പരാതി രജിസ്റ്റർ ചെയ്യാൻ ഉദ്യോഗസ്ഥർ വിസമ്മതിക്കുകയും മകൾ ഒളിച്ചോടിയതായി ആരോപിക്കുകയും ചെയ്തു. എന്നെ അധിക്ഷേപിച്ചാണ് അവർ സ്റ്റേഷനിൽ നിന്ന് പുറത്താക്കിയത്, സുജാത് ഭട്ട് മാധ്യമങ്ങളോട് പറയുന്നു.
തുടർന്ന് സുജാത ധർമ്മസ്ഥല ധർമാധികാരി ഡോക്ടർ വീരേന്ദ്ര ഹെഗ്ഡെയെ സമീപിച്ചു. പക്ഷേ ഫലമുണ്ടായില്ല. പക്ഷെ തുടർന്ന് അതിഭീകരമായ അനുഭവമാണ് ആ അമ്മയ്ക്ക് ഉണ്ടായത്. ആ രാത്രിയിൽ നിരാശയോടെ ക്ഷേത്രത്തിന് പുറത്തിരിക്കുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ച ചില പുരുഷന്മാർ തങ്ങൾക്ക് ചില വിവരമുണ്ടെന്ന് അവകാശപ്പെട്ട് അവരെ കൂട്ടിക്കൊണ്ടുപോയി. സുജാതയെ കെട്ടിയിട്ട് വായ മൂടിക്കെട്ടി. ക്ഷേത്രത്തിനടുത്തുള്ള ഒരു ഇരുണ്ട മുറയിൽ രാത്രി മുഴുവൻ തടങ്കലിൽ വെച്ചു. മിണ്ടാതിരിക്കാൻ അവർ എന്നെ ഭീഷണിപ്പെടുത്തി, ആക്രമിച്ചു. ഒടുവിൽ എന്റെ തലയിൽ അടിച്ചു, സുജാത പറഞ്ഞു. അതോടെ അവരുടെ ബോധം പോയി. 3 മാസത്തോളം സുജാത കോമയിൽ തുടർന്നു. ഓർമ്മ വരുമ്പോൾ ബംഗളൂരുവിലെ ഒരു ആശുപത്രിയിലാണ്. എങ്ങനെ അവിടെ എത്തിയെന്ന് ഓർമ്മയില്ലായിരുന്നു. ID, ബാങ്ക് രേഖകൾ, സ്വകാര്യ വസ്തുക്കൾ എന്നിവ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ നഷ്ടപ്പെട്ടു. ആ ആക്രമണത്തിൽ അവളുടെ തലയിൽ നിന്ന് 8 തുന്നലുകൾ വേണ്ടി വന്നു. സുജാത എന്ന ഒറ്റയാളിന്റെ മൊഴിയിൽ നിന്ന് തന്നെ ക്ഷേത്ര ജീവനക്കാർക്ക് സംഭവത്തിൽ ബന്ധമുണ്ടെന്ന് വ്യക്തമാണ്. ഇപ്പോൾ പുതിയ വെളിപ്പെടുത്തലിനെ തുടർന്ന് തന്റെ മകളുടെ ഒരു അസ്ഥിയെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ആ അമ്മ ധർമ്മസ്ഥലയിലെത്തിയത്. ഒരു ഭക്ത ഹിന്ദു ബ്രാഹ്മണൻ എന്ന നിലയിൽ തന്റെ മകളുടെ അന്ത്യകർമ്മങ്ങൾ നിർവഹിക്കാൻ കഴിയാത്തതിൽ അവർ അഗാധമായ ദുഃഖം പ്രകടിപ്പിച്ചു. അനനിയുടെ ശവസംസ്കാര ചടങ്ങുകൾ അന്തസ്സോടെ നടത്താൻ കഴിയുന്നതിന് അവളുടെ മൃതദേഹം വീണ്ടെടുക്കാൻ എന്നെ സഹായിക്കണമെന്ന് ഞാൻ അധികാരികളോട് അപേക്ഷിക്കുന്നു. ആവശ്യമെങ്കിൽ ഒരു പോളിഗ്രാഫ് പരിശോധനയ്ക്ക് വിധേയമാകാൻ ഞാൻ തയ്യാറാണ്, സുജാത മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ പരാതിയിലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 22 വർഷങ്ങൾക്ക് ശേഷം കാണാതായത് 20,000-ഓളം സ്ത്രീകൾ. നേരത്തെ 2021 ധർമ്മസ്ഥല ഇതുപോലെ ഒരു വലിയ പ്രക്ഷോഭത്തിന് വേദിയായിരുന്നു. അന്നും സഞ്ജാറാണി എന്ന പെൺകുട്ടിയുടെ കാണാതാവലാണ് പ്രശ്നമായത്. അന്ന് ഇത് ലവ് ജിഹാദ് ആണെന്ന് ആരോപണം വന്നിരുന്നു. പക്ഷേ പിന്നീടുള്ള അന്വേഷണത്തിൽ സഞ്ജന ആരുമായും പ്രേമത്തിലായിരുന്നില്ല എന്ന് കണ്ടെത്തി. കുട്ടിയെ ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഇതിലും ആരോപണ വിധേയനായത് ക്ഷേത്ര ട്രസ്റ്റിയായ വീരേന്ദ്ര ഹെഗ്ഡെ ആയിരുന്നു. ഇതേ ഹെഗ്ഡെയെ BJP രാജ്യസഭാംഗമാക്കിയതും പ്രതിഷേധത്തിന് ഇടയാക്കി. പക്ഷേ BJP ഇപ്പോൾ പറയുന്നത് ജൈനരിൽ നിന്ന് ക്ഷേത്രഭരണം ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കണമെന്നാണ്. അവിടെ വലിയ ധൂർത്തും അഴിമതിയുമാണെന്ന്, സർക്കാർ നടത്തുന്ന സേവനങ്ങൾ പോലും ക്ഷേത്രത്തിൻ്റെതാണ് എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുകയാണെന്നുമാണ് BJP പറയുന്നത്. സഞ്ജന വിവാദത്തിന്റെ ഭാഗമായി നടന്ന നിയമസഭാ ചോദ്യത്തിൽ കർണാടകയിൽ കാണാതായ സ്ത്രീകളുടെ കണക്ക് വന്നത് കർണാടകയിൽ കാണാതെ സ്ത്രീകളുടെ കണക്ക് വന്നത് അത് 20,000-ഓളമായിരുന്നു. അതിൽ വെറും 260 പേരെയാണ് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞത്. ഈ പെൺകുട്ടികൾ എവിടേക്ക് പോകുന്നു എന്നത് വലിയ ചോദ്യമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രൈം റേറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നായി കർണാടക മാറുകയാണ്. അതിൽ തന്നെ ദക്ഷിണ കന്നഡയിലാണ് ഏറെ പ്രശ്നങ്ങൾ. കൊലപാതകങ്ങളും ഗുണ്ടാ സംഘങ്ങളുടെ ഏറ്റുമുട്ടലും ഗ്യാങ് റേപ്പുകളും ഇവിടെ നിന്ന് പലതവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മംഗലാപുരം അടക്കമുള്ള ദക്ഷിണ കന്നഡയുടെ ഭാഗങ്ങൾ ഇന്ത്യയുടെ ക്രൈം ഹബ്ബായി മാറിക്കഴിഞ്ഞു. ഷെട്ടി ഗ്യാങ്ങുകൾ, ഹെഗ്ഡെ ഗ്യാങ്ങുകൾ എന്ന പേരിലൊക്കെ ആസൂത്രിത ക്രിമിനൽ സംഘങ്ങൾ ഇവിടെ പൊട്ടിമുളച്ചിട്ട് വർഷങ്ങളായി. ബീഹാർ മോഡലിൽ തകർന്നു കിടക്കുകയാണ് കർണാടകയുടെ ക്രമസമാധാന പാലനം. ഏറെ പ്രതീക്ഷയോടെ അധികാരത്തിലേറിയ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഗരുഡഗമന ഋഷഭവാഹന എന്ന പ്രശസ്തമായ സിനിമയൊക്കെ ഈ ഗ്യാങ്സ്റ്ററുകളുടെ അഡ്രസ്സ് ചെയ്യുന്നതാണ്. ഈ ഗ്യാങ്ങുകളാണ് മനുഷ്യക്കടത്തിലൂടെ സ്ത്രീകളെ കൊണ്ടുപോകുന്നത്. കാണാതായ സ്ത്രീകളിൽ പലരും മുംബൈയിലും കൊൽക്കത്തയിലും ഡൽഹിയിലെയും ലൈംഗിക തൊഴിലാളി കേന്ദ്രത്തിലുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇവരെ ഒന്നും കണ്ടെത്താൻ കർണാടകയിലെ കുത്തഴിഞ്ഞ പോലീസ് സംവിധാനത്തിന് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ഇപ്പോഴും ജാതി വ്യവസ്ഥയും അന്ധവിശ്വാസങ്ങളും ഏറെയുള്ള നാടാണ് കർണാടക. ദേവദാസി സമ്പ്രദായം 82-ൽ നിരോധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അത് രഹസ്യമായി തുടരുന്നുണ്ട്. രാജ സദസ്സുകളിൽ നൃത്തമാടുന്ന കലാ നിപുണകളാണ് ദേവദാസികൾ എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നതെങ്കിലും കർണാടകയിലെ സ്ഥിതി തികച്ചും വ്യത്യസ്തം. പൊതുവെ കാംബ്ലെ, മാദിക തുടങ്ങിയ പിന്നാക്ക സമുദായങ്ങളിലാണ് ഈ സമ്പ്രദായം നിലനിന്നിരുന്നത്. പെൺകുട്ടികൾക്കും പ്രായപൂർത്തി എത്തിയാൽ അവരെ ക്ഷേത്രത്തിലെത്തിച്ച് മാല ചാർത്തുകയും പിന്നീട് ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള പുരകളിൽ അവരെ താമസിപ്പിക്കുകയുമായിരുന്നു പണ്ടുകാലത്തെ രീതി. ഈ പെൺകുട്ടികളെ പ്രമാണിമാർ അവരുടെ ഇംഗിതത്തിനനുസരിച്ച് ഉപയോഗപ്പെടുത്തുകയും ചെയ്യും. പുതിയ പെൺകുട്ടികൾ ദേവദാസികളാവുമ്പോൾ പ്രമാണിമാർ അവരിലേക്ക് തിരിയും. ഒടുക്കം പഴയ ദേവദാസികൾ ലൈംഗിക തൊഴിലാളികളായി മാറും. പെൺകുട്ടികളെ പോറ്റാൻ ശേഷിയില്ലാത്ത പിന്നാക്കക്കാർ ഈ സമ്പ്രദായത്തെ അന്ന് സൗകര്യമായി കണ്ടിരുന്നു. അതിപ്പോഴും തുടരുന്നുണ്ട്. അതാണ് ഇടത്തരക്കാർ മുതലെടുക്കുന്നത്. ഇതെല്ലാം മുന്നിൽ കണ്ട് കർണാടകയിലെ മൊത്തം മിസ്സിംഗ് കേസുകളും സമഗ്രമായി അന്വേഷിക്കണമെന്നാണ് സാമൂഹിക പ്രവർത്തകർ ആവശ്യപ്പെടുന്നത്. വാൽകഷ്ണം ധർമ്മസ്ഥല കേസ് ഈ രീതിയിലെങ്കിലും എത്തിച്ചതിന് ആ നാട്ടുകാർ നന്ദി പറയുന്നത് കേരള മീഡിയയ്ക്കും ഇംഗ്ലീഷ് മീഡിയയ്ക്കും വ്ളോഗർമാർക്കുമാണ്, പ്രത്യേകിച്ച് ആ യൂട്യൂബർ. കർണാടകയിലെ മാധ്യമങ്ങൾ മടിച്ചാണ് സമാനതകളില്ലാത്ത ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. ആ അവസരത്തിൽ നമ്മളും വ്യത്യസ്തനാവാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മളിത് അഡ്രസ്സ് ചെയ്യുന്നത്. ഏതായാലും വിശദമായിട്ട് ഇതിൻ്റെ വസ്തുതകൾ രേഖപ്പെടുത്തി ഇതുപോലെ എഴുതിയ
റിജുവിന് വലിയൊരു നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ. നീ ഇതില് ആരിഫിന് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ആരിഫിന്റെ എല്ലാം അതിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ നമ്മൾ ഒന്നും കൂടുതൽ അത് പറയാനില്ല. സത്യത്തിൽ ഇതാണ് എന്ത് ഈ വിഷയം നമ്മൾ പറയുമ്പോൾ ഇപ്പം ആളുകൾ ഇതിനകത്തൊരു ശ്രദ്ധ വരണമെന്നുണ്ടെങ്കിൽ ഇതിൽ വായിച്ചപ്പോൾ തന്നെ കണ്ടു ലവ് ജിഹാദ് അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു കമ്മ്യൂണൽ ആംഗിൾ ഉണ്ടെങ്കിലേ നമ്മുടെ നാട്ടിലൊരു വിഷയം ചർച്ചയാകുള്ളൂ എന്നതിൻ്റെ ഒരു വലിയൊരു പിക്ചർ അതാണ് ഇവിടെ കാണുന്നത്. അതല്ലാതെയുള്ള ഒരു ക്രൈം ഇവിടെ ചർച്ചയാവില്ല. അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ കഴിയാണ്. ഇവിടെയും അത് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവണം. ഈ വിഷയവും ഇതിനെ ഒരു ക്രൈമായിട്ട് കണ്ട് ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ വരുന്ന ആളുകൾ ഇതിനകത്ത് അമ്പലം, വിശ്വാസം, മറ്റു പല സാധനങ്ങളും തിരികൊണ്ടാണ് ഇതിൻ്റെ വശങ്ങളിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ പ്രശ്നം അതവിടെ നിൽക്കും. അതാണ് ഉണ്ടാവുക. അന്വേഷണം പോലും വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥ. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ കണ്ടെത്താനൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ചിരിയാ വരിക. കാരണം ഇന്ത്യ ഒരു ആഗോള ഭീമനായി മാറുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു നാണക്കേട് തന്നെയാണ്, ഒരു സംശയമില്ല. അത് ആര് തന്നെയാണ് അതിന്റെ പിന്നിൽ. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് പറയാം ഇത് ഇപ്പോൾ അവിടെ കോൺഗ്രസ് ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, അവരുടെ പ്രശ്നമാണ്, അവരുടെ പക്ഷെ ഇതിന് മുന്നേ ഭരിച്ചുകൊണ്ടിരുന്നത് BJP ഉള്ളപ്പോൾ തന്നെയാണല്ലോ പല പണികളും അവരും ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പം ഇതിലെല്ലാവർക്കും പങ്കുണ്ട്. ഈ ചക്രക്കുടത്തിൽ കൈയിടാത്ത ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് തുല്യരാണ്. ഈ പറയുന്ന വിഷയത്തിൽ എല്ലാവർക്കും പങ്കുണ്ട്. എല്ലാവരും ഇത് ഒളിപ്പിച്ചു വെക്കാൻ വേണ്ടി മെനക്കെട്ടിട്ടുണ്ട്. അത് തന്നെയാണ് ഈ പ്രശ്നം. എന്തായാലും കൊല്ലപ്പെട്ട ആളുകളുടെ ലിസ്റ്റ് 20,000-ലധികം ആളുകളെ കാണാതെ പോയതിന്റെ കണക്ക് പറയുമ്പോൾ അതിൽ എത്ര പേര് കൊല്ലപ്പെട്ടു എന്നുള്ളതിൻ്റെയൊക്കെ കണക്ക് ഇനി കിട്ടുമ്പോഴാണ് നമ്മൾ ഞെട്ടുക. ഓക്കെ. അതെ.